ഇപ്പൊ തയ്യാറാക്കാൻ പോകുന്ന ഒരു പുതിയ കിച്ചടിയാണ് കപ്പളങ്ങ. കപ്പളങ്ങ കൊണ്ടൊരു കിച്ചടി അല്ലേ? ഒരു വ്യത്യസ്ത കിച്ചടി തന്നെയാണ്. വ്യത്യസ്തം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കപ്പളങ്ങ ഞാൻ പൊടിയായിട്ട് നുറുക്കിയിരിക്കുകയാണ്. ഈ പൊടിയായിട്ട് നുറുക്കിയ കപ്പളങ്ങ ഇട്ട് വേവിക്കും, ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട്. അപ്പൊ ഇതിന്റെ കപ്പളങ്ങയുടെ മൂപ്പ് പറയാൻ ഇത് കുറച്ച് നമ്മൾ ഇത് നന്നായിട്ട് മൂത്ത് പാകം പഴുത്ത് കിടങ്ങി കപ്പളങ്ങ, അത് കുഴപ്പമില്ല. അപ്പൊ അതൊരു കപ്പളങ്ങയുടെ പകുതി നമ്മൾ എടുത്തിട്ടുണ്ടല്ലേ? ഇത്രയും ചെറിയ കപ്പളങ്ങയുടെ പകുതിയുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോണ ഇത് വേവിക്കാനാണല്ലേ? ഇത് വേവിക്കും. ഇതിനകത്തോട്ട് പച്ചമുളക് പൊടിയായിട്ട് നുറുക്കിയിടണം. ഇതുപോലെ തന്നെ വലിപ്പത്തിൽ നുറുക്കിയിടണം, ചെറുതായിട്ട് തന്നെ അല്ലേ? ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ അരയ്ക്കാൻ നേരത്ത് തേങ്ങ, ഒരു അരമുറി തേങ്ങയാണ്. തേങ്ങയും 1 ലിറ്റർ തൈര, അതിനകത്ത് അരമുറി തേങ്ങ. ഈ തേങ്ങയും കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്, പച്ചമുളകല്ല. കാന്താരിമുളകും കളറ് വരാൻ ചുമന്ന മുളകും കൂടി ഒരെണ്ണം കൂടെ ആക്കിയിട്ട് അരച്ചിട്ട് പച്ചക്കറി